വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് നല്ല അടിപൊളി ഒരു പുതിന റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉച്ചയ്ക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ ഇത്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, റൈസ് മാത്രം മതി. ഇപ്പോൾ പുതിന കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചിയാണത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കഴുകി എടുത്ത് വെച്ചേക്കുന്ന പുതിന ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന എല്ലാ പുതിനയും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ പുതിനയും നമ്മൾ ഇപ്പോൾ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ പുതിനയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നല്ല അടിപൊളി ഒരു പുതിന റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുക്കറിലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓയിലും നെയ്യും ചൂടായ ഉടനെ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട ഗ്രാമ്പൂ ഒന്ന് പൊട്ടി വരട്ടെ. കുറച്ച് ബിരിയാണി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരും. സവാള കുറച്ച് നമുക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളിയാണ് കേട്ടോ, നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തക്കാളി വേണ്ട. ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വിടണം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാള തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിന പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ എണ്ണയിൽ കിടന്ന് തന്നെ ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വഴണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഇതെല്ലാം. 2 നിമിഷം നമുക്ക് അങ്ങനെ തന്നെ വിട്ടേക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് എണ്ണയെല്ലാം സൂപ്പറായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എത്ര ഗ്ലാസ് അരി എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്ക് പച്ചക്കളർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ തന്നെ കഴിക്കും കേട്ടോ. കണ്ടോ, അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. പുളി കുറവാണെങ്കിൽ കുറച്ച് ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. ഇപ്പോൾ കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ സ്റ്റീം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം കണ്ടോ, തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസെല്ലാം ഒട്ടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റൈസ് വന്നിട്ടുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുതിന റൈസ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാം കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.